നമസ്കാരം. എന്നീ നിശയിലേക്ക് ഏവർക്കും സ്വാഗതം. പൊളിറ്റിക്സ് വിത്തൗട്ട് പ്രിൻസിപ്പിൾസ്, മൂല്യങ്ങളില്ലാത്ത തത്വങ്ങളില്ലാത്ത രാഷ്ട്രീയം, വെൽത്ത് വിത്തൗട്ട് എഫേർട്ട്, അധ്വാനിക്കാതെ ആർജിക്കുന്ന സമ്പത്ത്, നോളജ് വിത്തൗട്ട് ക്യാരക്ടർ, സ്വഭാവശുദ്ധിയില്ലാത്ത ജ്ഞാനം, കൊമേഴ്സ് വിത്തൗട്ട് മൊറാലിറ്റി, ധാർമ്മികതയില്ലാത്ത കച്ചവടം, പ്ലഷർ വിത്തൗട്ട് കോൺഷ്യൻസ്, വിവേകങ്ങളിലൂടെ അല്ലാത്ത ആനന്ദങ്ങൾ, എല്ലാം തന്നെ നമ്മൾ ജീവിതത്തിൽ ഒഴിവാക്കേണ്ടതാണ്. അതിലപ്പുറം സയൻസ് വിത്തൗട്ട് ഹ്യൂമാനിറ്റി, മനുഷ്യത്വമില്ലാത്ത ശാസ്ത്രം, റിലീജിയൻ ഓർ ലവ് വിത്തൗട്ട് സാക്രിഫൈസ്, ത്യാഗമില്ലാത്ത സ്നേഹം, ഇതൊക്കെ തന്നെ ജീവിതത്തിൽ നിഷിദ്ധമാണ്. നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഏത് വിധേനയും കാശുണ്ടാക്കാം, എന്നിട്ട് സമൂഹത്തിൽ കേമന്മാരായി നടക്കാം. എല്ലാവരും മുന്നിലൂടെ ചവിട്ടി മെതിച്ച് എല്ലാവരെയും അപഹസിച്ചും പരിഹസിച്ചും ആധിപത്യം സ്ഥാപിച്ചും നടക്കാം എന്നുള്ള വ്യാമോഹമുണ്ടെങ്കിൽ അത് ഒരു വൃഥ ആണ്. അതൊരു അതിമോഹം മാത്രമാണ്. കുറച്ച് നാളൊക്കെ എല്ലാവരെയും പറ്റിക്കാം, പക്ഷെ എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാനും കപടമുഖമിട്ട് കൊണ്ടു നടക്കാനുമൊന്നും സാധിക്കില്ല. കരുവന്നൂർ ബാങ്ക് വിഷയത്തിലും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ അവരുടെ മക്കളോ എന്ത് തെറ്റ് ചെയ്താലും അത് പൊളിറ്റിക്കൽ എലിഗേഷൻസ് എന്ന് മാത്രമേ പറയുള്ളൂ. കുറച്ച് അണികൾ കയ്യിലുണ്ട് അല്ലെങ്കിൽ പിന്നാലെയുണ്ട്, എസ്റ്റാബ്ലിഷ് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ആൾക്കാർക്ക് കുറച്ച് അണികളുണ്ട് എന്ന് കരുതി ജുഡീഷ്യറിയെ വരെ ചോദ്യം ചെയ്യാനുള്ളൊരു അവസ്ഥയായിരിക്കുന്നു നമ്മുടെ രാഷ്ട്രം, നമ്മുടെ നാടും. എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. നിയമവാഴ്ചയുള്ള രാഷ്ട്രമാണ്. ജുഡീഷ്യറി അനുശാസിക്കുന്ന ഒരു നിയമ പ്രക്രിയയിലൂടെയൊക്കെ നമ്മൾ ഒരു എലിഗേഷൻ വരികയാണെങ്കിൽ കടന്നു പോകേണ്ടത് ഓരോ പൗരനും കടന്നു പോകേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളാണെന്ന് കരുതി സമൻസ് അയക്കാൻ പാടില്ല, അന്വേഷണത്തിന് ഉത്തരവിടാൻ പാടില്ല. ഇപ്പോൾ ഒരു EDയോ അല്ലെങ്കിൽ അതേപോലെ ഒരു ഭരണഘടനാ സ്ഥാപനമോ ചെറിയ സംശയം തോന്നുകയാണെങ്കിൽ അവരെ സമൻസ് കൊടുത്ത് ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചു വരുത്തും. അത് അവിടെ ഹാജരാകേണ്ടത് ഏതൊരു പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്. ചിലപ്പോൾ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സംഗതി ആയിരിക്കാം, പക്ഷേ ആ ഭരണഘടനാ സ്ഥാപനത്തിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള അധികാരമുണ്ട്. അവർ വിളിച്ചു വരുത്തുമ്പോൾ പ്രിവിലേജ്ഡ് ആണെന്ന് കരുതി, അല്ലെങ്കിൽ വലിയൊരു നേതാവിൻ്റെ മകള്, മുഖ്യമന്ത്രിയുടെ മകള്, പ്രതിപക്ഷ നേതാവിൻ്റെ മകള്, അതല്ലെങ്കിൽ അറിയപ്പെടുന്ന വേറൊരു സെലിബ്രിറ്റിയുടെ മകള് ആണെന്ന് കരുതി ആ ഭരണഘടനാ സ്ഥാപനത്തിലെ അതിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഇനി അവർ ഒരു ഫാബ്രിക്കേറ്റഡ് സംഗതിയാണ്, വെറുതെ ഒരു രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനുള്ള അലിഗേഷൻ ആണെങ്കിൽ ഇവിടെ കോടതിയുണ്ട്. നമുക്ക് നമ്മുടെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാൻ, നിഷ്കളങ്കത പ്രൂവ് ചെയ്യാനുള്ള അവസരങ്ങൾ അനവധിയുണ്ട്. അതിലേക്ക് നാം അതിലൂടെയാണ് കടന്നു പോകേണ്ടത്. അല്ലാതെ അണികളെ നിരത്തി ചോദ്യം ചെയ്യുന്നത് തടയുക, ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആൾക്കാരെ ആക്രമിക്കുക എല്ലാം തന്നെ തെറ്റാണ്. കരുവന്നൂർ ബാങ്കിലെ ആളുകളെ
ഇപ്പോൾ കെ രാധാകൃഷ്ണനെ, AC മൊയ്തീനെ, അരവിന്ദാക്ഷനെ, പുറത്തുശ്ശേരി സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് ഒക്കെ ഇപ്പോൾ മറ്റ് ഉത്തരവിട്ടിട്ടുണ്ട്. അവർക്ക് വിചാരണയ്ക്ക് അവരെ വിചാരണ ചെയ്യാം. അവർ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. 68ാമത്തെ പ്രതിയായി CPM പാർട്ടിയും ചേർക്കപ്പെട്ടിട്ടുണ്ട്. കടുത്ത അഴിമതി ഇവർ അറിഞ്ഞോ അറിയാതെയോ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ അതിനുവേണ്ടി ചോദ്യം ചെയ്യാൻ വരുമ്പോൾ അണികളെ ഇളക്കി വിടുന്നത് പൊതുജനത്തിന് നല്ലൊരു കൊടുക്കുന്ന ഒരു സന്ദേശം ഒട്ടും നല്ലതല്ല. ചിലർ നിയമത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ മസിൽ പവർ ഉപയോഗിച്ച് നിയമവാഴ്ചയെ ചോദ്യം ചെയ്യുന്ന രീതിയാണത്. അല്ലെങ്കിലേ നിയമവാഴ്ച ലോയേഴ്സ് പാരഡൈസ് ആയിട്ടാണ് നിൽക്കുന്നത് നമ്മുടെ അവിടെ. ഇപ്പം നമ്മൾ ജഡ്ജി അടക്കം കള്ളനോട്ട് കേസിൽ പ്രതിയായല്ല അത് വളരെ എല്ലാവരുടെ മുന്നിലും അത് തെളിയിക്കപ്പെട്ടു. ഒരു ഫയർ വന്നതോടുകൂടിയിട്ട്, ഒരു അഗ്നിബാധ വന്നതോടുകൂടിയിട്ട് ആ ജഡ്ജിക്ക് എന്ത് സംഭവിച്ചു? ജഡ്ജി രാജിവെച്ചു, സ്വമേധയാ രാജിവെച്ചിട്ടുണ്ട്. പക്ഷേ ജഡ്ജിയെ അറസ്റ്റ് ചെയ്യോ അത് കഴിഞ്ഞിട്ടുള്ള സംഗതികൾ എന്തോ ഇംപീച്ച്മെൻറ്റിന് ഉത്തരവിട്ടു എന്ന് പറയുമ്പോഴേക്കും ജഡ്ജി രാജിവെപ്പ് കഴിഞ്ഞു. ജഡ്ജിക്കെതിരായിട്ട് ഇനി എന്താണ് നിയമ നടപടികൾ ഉണ്ടാവുക എന്ന് നമുക്കറിയില്ല. കാരണം കാശുള്ളവൻ, ജസ്റ്റിസ് ഈസ് പർച്ചേസ്, ജസ്റ്റിസ് ഈസ് ബോട്ട് എന്ന രീതിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത്തരം ഒരു അധികാരത്തിലിരിക്കുന്ന ആൾക്കാർക്കെതിരെ ഒരു അഴിമതി ആരോപണം വരുമ്പോൾ അണികളെ ഇറക്കി ആ പ്രൊസീജിയേഴ്സിന് തടസ്സമുണ്ടാക്കുന്നത് അത്ര നല്ലതല്ല. അന്വേഷണം വരുന്നു എന്ന് പറയുമ്പോഴേക്കും അന്വേഷണത്തിനെതിരെ അന്വേഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കോടതിയിലേക്ക് പോകുന്നത് എന്ത് സന്ദേശമാണ് നൽകുന്നത്? അന്വേഷണത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ. നമ്മുടെ കയ്യെ സംശുദ്ധമാണെങ്കിൽ എന്ത് അന്വേഷണം വന്നാൽ എന്താ? പിന്നെ സ്വാഭാവികമായിട്ടും കള്ളക്കേസിൽ കൊടുക്കാം. അങ്ങനത്തെ ഒരു സൊസൈറ്റി തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കും നിയമം നമ്മുടെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാലോ. അങ്ങനെ ഇരിക്കുക. ഇപ്പോൾ ഈ കരുവന്നൂർ ബാങ്ക് വിഷയത്തിലും ഇപ്പോൾ ഇത് വിചാരണ നേരിടണം എന്ന് പറഞ്ഞ് ജനപ്രതിനിധികളായ കെ രാധാകൃഷ്ണനും AC മൊയ്തീനും നോട്ടീസ് കൊടുത്തു. അല്ലെങ്കിൽ നോട്ടീസ് കൊടുക്കുകയല്ല, കോടതി അങ്ങനെ ഉത്തരവിട്ടു. പ്രതിയായി ചേർത്തു അവരെ ഒക്കെ എന്നാണ് ഇപ്പോൾ നമുക്ക് നമ്മളറിയാൻ കഴിഞ്ഞത്. അപ്പം നമ്മൾ ജനാധിപത്യ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അവിടെ നിയമം അനുശാസിക്കുന്ന പ്രക്രിയ, ജുഡീഷ്യൽ പ്രൊസീജിയേഴ്സിലൂടെ എല്ലാവരും പോകേണ്ടതുണ്ട്. അതുമായി സഹകരിക്കുകയാണെങ്കിൽ മാത്രമാണ് സാധാരണ ജനങ്ങൾക്ക് കോടതിയിൽ വിശ്വാസമുണ്ടാവുള്ളൂ. അതല്ല എങ്കിൽ കൃഷ്ണപ്രിയയുടെ അച്ഛൻ ചെയ്ത പോലെ ഓരോരുത്തർ ചെന്ന് വെട്ടിക്കൊല്ലുകയും ഒക്കെ ചെയ്യും. അതിപ്പോൾ നിക്ഷേപകരൊക്കെ ചെന്ന് ജീവിതം ഒരുവിധി കോഞ്ഞാട്ടയായിട്ടുണ്ടാവും. നിക്ഷേപകരുടെയൊക്കെ അത്രയും കല്യാണങ്ങൾ മുടങ്ങിയിട്ടുണ്ടാവും. അവരുടെ പദ്ധതികൾ അനുസരിച്ച് ജീവിതം മുന്നോട്ട് പോയിട്ടുണ്ടാവില്ല. ചിലർ എല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പം ഞാൻ പറയാം, നമ്മൾ ഒരു ബാങ്കിൽ കാശിടുന്ന എന്തിനാ? ഒരു സ്ത്രീകളൊക്കെ ഒരു അത്യാപത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് അതിൻ്റെ പലിശ കിട്ടി ജീവിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. നമ്മുടെ ഓണർ പ്രൊട്ടക്റ്റ് ചെയ്യലാണ് അത് ചെയ്യുന്നത്. കാരണം നമ്മൾ ആരുടെ മുന്നിലും കൈ നീട്ടാൻ പാടില്ല. പ്രത്യേകിച്ച് സ്ത്രീകളാകുമ്പോൾ ഒരു സുപ്രഭാതത്തിലെ നമ്മുടെ കിട്ടാനുണ്ടായിരുന്ന പലിശ തടസ്സപ്പെടുകയും നമുക്കാരും കാശ് തരാനില്ലാത്തൊരവസ്ഥയും വരുമ്പോൾ സ്ത്രീക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ മാനമാണ്. അവർ കൈനീട്ടേണ്ടി വരുമ്പോൾ ഈ പ്രബുദ്ധമായിട്ടുള്ള സമൂഹത്തെ പോലും കൈനീട്ടേണ്ടി വരുമ്പോൾ പുരുഷൻ്റെ തനിനിറം പുറത്തെടുക്കും. അപ്പോൾ എന്താണ് പുരുഷൻ ചെയ്യുക? അവരുടെ ദാരിദ്ര്യത്തെ മുതലെടുക്കാൻ ശ്രമിക്കും. നാണം കെടുകയാണ്, ആത്മാഭിമാനത്തിന് ക്ഷതം സംഭവിക്കുകയാണ്. അപ്പോൾ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഒരു രാഷ്ട്രീയ കക്ഷി ഭരിക്കുന്ന, പ്രത്യേകിച്ച് പ്രോഗ്രസീവായിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടി ഭരിക്കുന്ന ഒരു ബാങ്കിൽ പൈസ കൊണ്ട് നിക്ഷേപിക്കുന്നത്. അവിടെ നിക്ഷേപിച്ച് കഴിഞ്ഞിട്ട് കബളിപ്പിക്കപ്പെടുക എന്നൊരവസ്ഥ വരികയാണെങ്കിൽ എത്ര മോശമാണ്.
അതിനു വേണ്ട ഒരു അന്വേഷണം പോലും മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് അണികളെ നിരത്തി വിളിച്ചു പോകുന്നത് ഏത് പൊളിറ്റിക്കൽ പാർട്ടിക്കാണെങ്കിലും നല്ലതല്ല. അന്വേഷണമായി സഹകരിക്കുകയാണ് വേണ്ടത്. അന്വേഷണമായി സഹകരിച്ചില്ലെങ്കിൽ അത് പൊതുജനത്തിന് കൊടുക്കുന്ന സന്ദേശം വളരെ മോശമായിരിക്കും. കെ രാധാകൃഷ്ണനൊന്നും അങ്ങനെ ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. നല്ലൊരു ജനപ്രതിനിധിയായിട്ടൊക്കെ തരുന്നുണ്ട്. പക്ഷേ സംശയത്തിൻ്റെ മുനയിൽ വന്ന് നിൽക്കുമ്പോൾ അത് നമ്മൾ നമ്മുടെ അഗ്നിശുദ്ധി വരുത്തി പുറത്തു വരികയാണ് വേണ്ടത്. അതുകൊണ്ട് കരുവന്നൂർ ബാങ്കിൽ നല്ലൊരു വഴിത്തിരിവായിരിക്കുന്നു. എല്ലാവരും അന്വേഷണമായി സഹകരിച്ച് അത് സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരട്ടെ. നന്ദി, നമസ്കാരം.